ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷൻ അല്ലെങ്കിൽ അവൻ നിങ്ങളെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാനും അതുപോലെ തന്നെ വളരെയധികം അഡിക്റ്റഡ് ആവാനും വേണ്ടിയിട്ടുള്ള കുറച്ച് സൈക്കോളജിക്കൽ ട്രിക്സുകളാണ്. എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു ടോപ്പിക്കിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാനുമായിട്ട് ഷെയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലവ്, എക്സൈറ്റ്മെൻറ്റ്, ജോയ്. ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതെങ്ങനെയാണ് സാധിക്കുക? ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ വളരെ സീരിയസ് ആവാതെ കുറച്ചൊക്കെ ഫണ്ണായിട്ട് നിങ്ങൾ ഇടപഴകുകയും സംസാരിക്കുകയും കുറച്ചൊക്കെ ഹ്യൂമർ സെൻസ് ഉപയോഗിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് 2-3 കാര്യങ്ങൾ കിട്ടണം. ഒന്ന്, ആ ലവ് ഫീൽ ചെയ്യണം. രണ്ട്, ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളോട് തോന്നണം. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളുമായിട്ട് ഇടപഴകിയിട്ട് പോകുന്ന സമയത്ത് ഒരു സന്തോഷമായിരിക്കണം ഫീൽ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ബാഡ് എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി അല്ല ഫീൽ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഫണ്ണാവുക, അവരെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ട് സംസാരിക്കുക. പിന്നെ അവരോട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് എപ്പോഴും തോട്ട്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. അവരെക്കുറിച്ച് കൂടുതൽ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എല്ലാവർക്കും അവനവനെക്കുറിച്ച് പറയാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുക. വയസ്സ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു അങ്ങനെ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കരുത് ചോദിക്കേണ്ടത്. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല നല്ല തോട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അവരുടെ ഡ്രീമിനെ കുറിച്ചൊക്കെ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അവരെന്തെങ്കിലും പറയുന്ന സമയത്ത് അത് ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് നമ്മൾ കേൾക്കുക. അവരോടൊരു വിരോധമോ ഹെയ്റ്റോ ഒന്നും ഇല്ലാത്തൊരു മുഖഭാവം അല്ലെങ്കിൽ ഒരു പെരുമാറ്റ രീതി ഒക്കെയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ബിഹേവിയറും കൂടി വരുന്ന സമയത്ത് ടോട്ടലി അവർക്ക് കിട്ടുക ഒരു പോസിറ്റീവ് ഇമോഷനാണ് നിങ്ങളുമായിട്ട് ഇടപഴകുന്ന സമയത്ത്. അപ്പോൾ അവർക്ക് നിങ്ങളോടൊരു ഇഷ്ടം, ഒരു എക്സൈറ്റ്മെൻറ്റ്, ജോയ് ഇതെല്ലാം ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. സോ അത് തന്നെയാണ് ഒരു വ്യക്തിയെ അഡിക്റ്റഡ് ആക്കാനുള്ള ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ക്യൂരിയോസിറ്റി ഗ്യാപ്പ് തിയറി എന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരാളോടൊരു അട്രാക്ഷൻ തോന്നണം എന്നുണ്ടെങ്കിൽ ചില സമയത്തെങ്കിലും ഒരു ഗ്യാപ്പ് ഇടണം. ഗ്യാപ്പിൽ എപ്പോഴും നമ്മളിങ്ങനെ ഒന്നിച്ച് ആണെന്നുണ്ടെങ്കിൽ ആ അട്രാക്ഷൻ പതിയെ ഇങ്ങനെ കുറഞ്ഞു വരും. അത് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നമല്ല, അത് സ്വാഭാവികമാണ്. അപ്പോൾ പ്രണയിക്കുന്നവരാണെങ്കിലും കല്യാണം കഴിഞ്ഞ ആളുകളാണെങ്കിലും ലിവിങ്ങിലാണെങ്കിലും ഒക്കെ നിങ്ങളെപ്പോഴും ഒന്നിച്ചിരിക്കാതിരിക്കുക. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് നിങ്ങളുടെ സ്വന്തം വീട്ടിലോട്ടൊക്കെ ഒന്ന് വിരുന്ന് പോവുക. ഇനി അതല്ല 2 സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നന്നായി. അത് കരുതി തീരെ കാണാതിരിക്കരുത്, ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും എപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിൽ. അല്ലാതെ നമ്മൾ എന്നും ഒന്നിച്ചാണെങ്കിൽ ആ ക്യൂരിയോസിറ്റി പതിയെ നഷ്ടപ്പെടുവാനും റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് വിട്ടു നിൽക്കാം, അതല്ലെങ്കിൽ വിരുന്ന് പോവാം സ്വന്തം വീട്ടിലോട്ട്, അങ്ങനെ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് എന്തെങ്കിലും പഠിക്കാൻ പോവുക അല്ലെങ്കിൽ ജോലിക്ക് പോവുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു ഡേയിൽ തന്നെ കുറച്ച് ടൈം നിങ്ങൾ വിട്ടു നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ എപ്പോഴും ആ ഒരു ക്യൂരിയോസിറ്റി ഗ്യാപ്പ് തിയറി വർക്കാവും എന്നുള്ളതാണ്. അല്ല നിങ്ങൾ എപ്പോഴും വീട്ടിൽ അങ്ങനെ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ക്യൂരിയോസിറ്റി പതിയെ കുറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്യൂരിയോസിറ്റി ഗ്യാപ്പ് തിയറി നന്നായിട്ട് നിങ്ങളൊന്ന് നോക്കുക. അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും ഒരു ചാൻസ്, ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഫിയർ, അട്രാക്ഷൻ. ഈ 2 വേർഡ്സ് ഇത് തമ്മിൽ നല്ല ബന്ധമുണ്ട്. എപ്പോഴും പുരുഷന്മാർക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഭയം നിങ്ങൾ ഇട്ട് കൊടുക്കണം. ആ ഭയം ഇട്ട് കൊടുക്കുന്നത് വഴി അവർക്ക് നിങ്ങളോട് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾ നന്നായിട്ട് സെൽഫ് കെയർ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നിങ്ങളുടെ ബ്യൂട്ടി നന്നായിട്ട് എപ്പോഴും കെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി ഫിസിക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, എക്സസൈസ് ചെയ്യുക.
അങ്ങനെയൊക്കെ ചെയ്യുക, നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുക. അപ്പോൾ ആ അട്രാക്ഷൻ എന്നും നിലനിൽക്കും എന്നുള്ളതാണ്. മാത്രമല്ല വിട്ടു നിൽക്കുന്ന സമയത്ത് അവർക്കൊരു ചെറിയ രീതിയിലുള്ള ഭയം ഉണ്ടാവും. കാരണം ഭാര്യ സുന്ദരിയാണ് അല്ലെങ്കിൽ കാമുകി സുന്ദരിയാവുമ്പോൾ വേറെ ആളുകൾ അപ്രോച്ച് ചെയ്യുമോ അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് ഇഷ്ടം തോന്നുമോ, അങ്ങനെയുള്ള ഒരു ഫിയർ ഒക്കെ ഉണ്ടാക്കുന്നത് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ബ്യൂട്ടി, ഫിറ്റ്നസ് ഇത് രണ്ടും നന്നായിട്ട് കെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അഡിക്റ്റഡ് ആക്കാൻ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. എന്തെങ്കിലും ഹോബീസ് ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ ഇവർക്ക് വേണ്ടി അവൈലബിൾ ആവാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇവർക്ക് വേണ്ടി അവൈലബിൾ ആവാതിരിക്കുക. നിങ്ങളുടേതായിട്ടുള്ള ഡ്രീം, പാഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുമ്പോഴും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പാർട്ട്ണർക്ക് പ്രാധാന്യം കൊടുക്കണ്ട എന്നുള്ളതല്ല പറയുന്നത്. എപ്പോഴും ഈ പ്രാധാന്യം കൊടുക്കുന്നത് ചില സമയത്തൊന്ന് കുറക്കുന്നത് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാക്കാനും കൂടുതൽ അവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു 3 സൈക്കോളജിക്കൽ ട്രിക്സുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ അഡിക്റ്റഡ് ആവും, നിങ്ങളെ സ്നേഹിച്ചു കൊല്ലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ഇന്ന് തന്നെ ഇത്തരത്തിലുള്ള ടെക്നിക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.